വെൽക്കം ബാക്ക്. കമ്പനിയുടെ നഷ്ടത്തിന് തൊഴിലാളികൾ ഉത്തരവാദിയായിക്കൊള്ളണം എന്നില്ല. അവരവരുടെ അധ്വാനം കൃത്യമായി ചെയ്തിട്ടുണ്ടാകും, പക്ഷേ കമ്പനി നഷ്ടത്തിലാണ്. അങ്ങനെയാണെങ്കിലും അവർക്കുള്ള സാലറി മുതലാളിമാർ ഒരിക്കലും വൈകിപ്പിക്കരുത്. കാരണം അവർ അധ്വാനിക്കുന്നതിൻ്റെ 30 ദിവസത്തെ അധ്വാനം അല്ലെങ്കിൽ 25 ദിവസത്തെ അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് നഷ്ടമാണ് എന്നതിന് അവർ ഡയറക്റ്റ് ഉത്തരവാദികളല്ല. ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഒരാൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഒന്നുകിൽ നന്നാക്കുകയോ അയാളെ മാറ്റുകയോ ചെയ്ത് വേറെ കാര്യം. ഇവിടെ തൊഴിലാളികൾ തൊഴിലൊക്കെ ചെയ്തിട്ടുണ്ട്, കമ്പനി നഷ്ടത്തിലാണ് എന്നതുകൊണ്ട് ഇവർക്കുള്ള സാലറി മുടങ്ങരുത്. ആ സാലറി മുടങ്ങുമ്പോഴും മുതലാളിയും ഭാര്യയും മക്കളും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. മുതലാളിക്ക് ഒരുപാട് സമ്പത്തുണ്ടായേക്കാം, പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ അങ്ങനെയല്ല. അവർക്ക് ഫാമിലി ഉണ്ട്, അച്ഛന് മരുന്ന് വേണ്ടി വരും, അമ്മക്ക് രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി പണം വേണ്ടി വരും, കുട്ടികൾക്ക് ഫീസ് അടക്കാനുണ്ടാകും, ഭാര്യയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടാകും, അരിയും സാധനങ്ങളും വാങ്ങാനുണ്ടാകും. അതൊരു ജീവിതമാണ്. ഒരാളെ ചുറ്റിപ്പറ്റി 2, 3, 4, 5, 6 ഒക്കെ ആളുകളുണ്ടാകും. അവർക്കുള്ള വിദ്യാഭ്യാസമോ ചികിത്സയോ ഭക്ഷണമോ ഇവിടെയൊക്കെ നഷ്ടമുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും മുടങ്ങരുത്. അത് തൊഴിലാളികളോട് കാണിക്കുന്ന കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി. അങ്ങനെയുള്ള നല്ല മുതലാളിമാർ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്പനി നഷ്ടത്തിലാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും തൊഴിലാളികൾക്ക് സാലറി കൊടുത്ത കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ കമ്പനിയോടൊരു പ്രത്യേകമായ താല്പര്യം അവർക്കുണ്ടാകും. അല്ലെങ്കിൽ മുതലാളിയുടെ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങളെ പരിഗണിക്കും, അല്ലെങ്കിൽ ഇല്ല, ആ കമ്പനിയോട് താല്പര്യം കാണില്ല. അവരുടെ വർക്ക് എഫിഷ്യൻസി, അവരുടെ ആത്മാർത്ഥതയൊക്കെ അത് ബാധിക്കും. ഓഫ് കോഴ്സ് കമ്പനിയുടെ ഗ്രാഫ് അത് താഴ്ചയിലേക്ക് വരാനും അത് കാരണമാകും. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ, പ്രയാസത്തിലൂടെ പോകുന്ന ഘട്ടങ്ങളിലടക്കം, കോവിഡിൻ്റെ കാലഘട്ടത്തിലടക്കം ഫുൾ സാലറി കൊടുത്ത് പിടിച്ചു നിന്ന ഇപ്പോൾ വലിയ ഐശ്വര്യത്തിലേക്ക് വന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തൊഴിലാളി എന്ന ഒരു ലെവലിൽ കാണാതെ അത് സഹപ്രവർത്തകൻ, അദ്ദേഹം എന്നെപ്പോലെ പച്ചയായൊരു മനുഷ്യനാണ്, തൽക്കാലം ഇവിടെ ജോലിക്കാരനാണ് എന്നതുകൊണ്ട് അയാൾ മോശമാണ് എന്ന് വിചാരിക്കരുത്. അയാളും ഒരു മനുഷ്യനാണ്, ഒരു കുടുംബനാഥനാണ്. അയാൾക്കും അഭിമാനങ്ങളുണ്ട്, അയാൾക്കും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ എല്ലാമുള്ള ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയോടുള്ള കൂറ് വർദ്ധിക്കുകയും കമ്മിറ്റ്മെൻറ്റ് ഡെവലപ്പ് ആവുകയും അത് കമ്പനിക്ക് വലിയ മുതൽക്കൂട്ടാവുകയും അവർക്ക് ശാന്തമായ സന്തോഷകരമായ ഒരു ലൈഫ് കിട്ടുകയും ചെയ്യും.